പണ്ട് ഒരു ഗ്രാമത്തിൽ മന്ത്രവാദവും തച്ചുശാസ്ത്രവും അറിയുന്ന ഒരു കാരണവർ ഉണ്ടായിരുന്നു. ഒരു രാത്രി ജോലി കഴിഞ്ഞ് കാടിന് നടുവിലൂടെ നടന്നു വരികയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് കാറ്റിൽ പാലപ്പൂവിൻ്റെ മണം പരന്നതും വിചിത്രമായ ഒരു ചിരി കേട്ടത്. തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സുന്ദരിയായ യക്ഷിയെ മന്ത്രശക്തി കൊണ്ട് അദ്ദേഹം തളച്ചു. അവളുടെ നെറുകയിൽ ഒരു മാന്ത്രിക ആണി അടിച്ചു കയറ്റി അയാൾ അവളെ തൻ്റെ വരുതിയിലാക്കി. അന്ന് വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ ആ സുന്ദരിയായ സ്ത്രീയുമുണ്ടായിരുന്നു. കാരണവർ വീട്ടുകാരോട് കർശനമായി പറഞ്ഞു, ഇവൾ ഇവിടെ നിൽക്കട്ടെ, പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും ഇവളുടെ തലയിൽ തൊടാനോ പേൻ നോക്കാനോ പാടില്ല. ദിവസങ്ങൾ കടന്നുപോയി. കാരണവർ ഇല്ലാത്ത ഒരു ഉച്ച സമയം മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു വീട്ടിലെ വൃദ്ധയായ അമ്മുമ്മ. ആ സ്ത്രീ പതിയെ അമ്മുമ്മയുടെ അരികിലെത്തി പരിഭവം പറഞ്ഞു, അമ്മുമ്മേ, എൻ്റെ തലയിൽ ഭയങ്കരമായ ചൊറിച്ചിൽ, ഒന്ന് പേൻ നോക്കി തരുമോ? കാരണവരുടെ വാക്ക് ഓർത്തെങ്കിലും ആ സ്ത്രീയുടെ വശ്യമായ സംസാരത്തിൽ അമ്മുമ്മ വീണുപോയി. അമ്മുമ്മ അവരുടെ തലമുടി മെല്ലെ വകഞ്ഞു നോക്കി. ആ വകച്ചിലിനിടയിൽ വെള്ളി നിറത്തിൽ മിന്നുന്ന ഒരു ആണിപ്പഴുത് അമ്മുമ്മ കണ്ടു. എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ അമ്മുമ്മ ആ ആണി പിടിച്ച് ഒറ്റ വലി. നിമിഷ നേരം കൊണ്ട് ആ സ്ത്രീയുടെ രൂപം മാറി. കണ്ണുകൾ കനൽ പോലെ ചുവന്നു. ചിരി അലർച്ചയായി മാറി. തനിക്ക് മോചനം ലഭിച്ച സന്തോഷത്തിൽ ആകാശം പിളരുന്ന ശബ്ദത്തിൽ അവൾ നിലവിളിച്ചു. ചോര മരവിപ്പിക്കുന്ന ആ അലർച്ചയോടെ അവൾ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ കാരണവർ കണ്ടത് ശൂന്യമായ ആസനവും ഭയന്നു വിറച്ചിരിക്കുന്ന അമ്മുമ്മയെയുമാണ്. അന്ന് രാത്രി ഗ്രാമത്തിലെ പാലമരത്തിന് മുകളിൽ നിന്ന് ആ യക്ഷിയുടെ പൊട്ടിച്ചിരി മുഴങ്ങിക്കൊണ്ടിരുന്നു. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും തരണേ.